ഹായ് എസ്.എൽ ടോക്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് മറ്റൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ്. ഞാനിതിന് മുന്നേ തന്നെ കുറേ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് ചെയ്യാനായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് കണ്ടിട്ടുള്ള കുറേ പേരുണ്ടായിരിക്കും. ചിലപ്പോൾ ഒരു 4-5 ഏതെങ്കിലും ഒരെണ്ണമൊക്കെ ചെയ്ത് നോക്കിയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഈ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എന്ന് പറയുമ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും നേടിയെടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ മുന്നേ ചെയ്തിട്ടുള്ളതൊക്കെ ചിലപ്പോൾ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള മാത്രമായിരിക്കാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി മാത്രം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെയാണ്. പക്ഷെ ഇന്നെന്ന് പറയുമ്പോൾ ഏത് കാര്യം വേണമെങ്കിലും, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് നിങ്ങൾക്കൊരു വീടാണെന്നുണ്ടെങ്കിൽ ആ വീടിന് വേണ്ടി ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓക്കെ ആക്കാനാണെങ്കിൽ അങ്ങനെ, ഇത്തരത്തിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു ജോലിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം. അപ്പോൾ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്. ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഇത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. വളരെ സിമ്പിളാണ്. ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് ചെന്ന് ഇരിക്കുക എന്നുള്ളതാണ്. അതായത് ആരും ഇല്ലാത്ത സ്ഥലം എന്ന് പറയുമ്പോൾ കാട്ടിൽ പോയി ഇരിക്കുക എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ വീട്ടിൽ തന്നെ ചിലപ്പോൾ എല്ലാവരും ഇരുന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കൊരു കോൺസെൻട്രേഷൻ അവിടെ കിട്ടണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ റൂമിലാണ് നിങ്ങൾക്ക് ഓക്കെ എന്നുണ്ടെങ്കിൽ റൂമിൽ പോയിരിക്കാം. അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ ടെറസിൻ്റെ മുകളിൽ വീണ്ടും മുകളിലൊക്കെ പോയിരിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ ഏത് പ്ലേസിലാണ് നിങ്ങൾക്ക് വേറെ ആരുടെയും ശല്യമില്ലാതെ ഇതിലേക്ക് മുഴുവനായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കാനായിട്ട് പറ്റുന്നത് ആ ഒരു പ്ലേസിൽ ചെന്നിരിക്കുക എന്നുള്ളതാണ്. ഞാൻ ഇത് ചെയ്യേണ്ടത് രാത്രിയാണ്. അത് പ്രത്യേകം പറയുന്നു. രാത്രി ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുന്നാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഒന്ന് കൂളാവുക, പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഒരു 5 പ്രാവശ്യമൊക്കെ ശ്വാസം എടുത്ത് വിടുക എന്നുള്ളതാണ്. മെല്ലെ എടുക്കുക, then മെല്ലെ പതിയെ വിടാനായിട്ട് ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഇനിയാണ് നമ്മളുടെ ടെക്നിക്കിലേക്ക് പോകുന്നത്. ഈ ഒരു ടെക്നിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ ആവശ്യമുള്ളത് ഒരു വൈറ്റ് കളർ പേപ്പറാണ്. A4 ഷീറ്റ് പേപ്പർ എടുക്കാം. ഇനിയിപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വൈറ്റ് പേപ്പർ നിങ്ങൾക്ക് എടുക്കാം എന്നുള്ളത്. ഇതിനൊരു പേനയും ആവശ്യമുണ്ട്. എന്നിട്ട് ഞാൻ ഈ പറയുന്ന 5 കാര്യങ്ങൾ നിങ്ങൾ ആ പേപ്പറിലൊന്ന് എഴുതുക. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്നേഹം എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സന്തോഷം. മൂന്നാമത്തെ പോയിന്റ് സമ്പത്ത് എന്നുള്ളതാണ്. 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഭാഗ്യം. 5ാമത്തെ പോയിന്റ് വിജയം എന്നുള്ളതാണ്. ഈ ഒരു 5 കാര്യങ്ങൾ 1, 2, 3, 4, 5 എന്ന നമ്പർ ഇട്ടിട്ട് തന്നെ നിങ്ങൾക്ക് എഴുതാം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ 5 പ്രാവശ്യം എഴുതിയതിന് ശേഷം നിങ്ങളത് വായിക്കുക. ഒരു 5 പ്രാവശ്യം നിങ്ങൾ ആ കാര്യം വായിക്കാം. ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. ദെൻ 5 പ്രാവശ്യം നിങ്ങളത് വായിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ വായിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് അതിന് തൊട്ട് മുന്നാണ് ഇത് ചെയ്യേണ്ടത്. എന്നിട്ട് നിങ്ങൾ നേരെ ഉറങ്ങാൻ പോകുമ്പോൾ ഈ ഒരു പേപ്പർ മടക്കിയിട്ട് നിങ്ങളുടെ തലയണയുടെ അടിയിൽ വെക്കാം എന്നുള്ളതാണ്. തലയണയുടെ അടിയിൽ അല്ലെങ്കിൽ അതിന് അകത്ത് വെക്കാം. എന്നിട്ട് ആ തലയണയിൽ കിടന്നിട്ട് വേണം നിങ്ങൾ ഉറങ്ങാനായിട്ട്. ദെൻ ഉറങ്ങുന്ന സമയത്തും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ ഉറക്കത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ പറയേണ്ടതാണ് ഈ ഒരു 5 കാര്യം നിങ്ങൾ മനസ്സിൽ പറയുക. അതായത് ഒരു താരാട്ട് പോലെ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു 5 കാര്യവും സ്നേഹം, സന്തോഷം, സമ്പത്ത്, ഭാഗ്യം, വിജയം എനിക്ക് തന്നതിന് നന്ദി എന്നുള്ളത് നിങ്ങൾ പറയുക. അതായത് യൂണിവേഴ്സിൻ്റെ അടുത്ത് നന്ദി പറയുക. ഈ 5 കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നതിന് യൂണിവേഴ്സിൻ്റെ അടുത്ത് നന്ദി പറയുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഒരു പ്രാവശ്യം നിങ്ങൾ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഉറക്കത്തിലേക്ക് പോകാം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിന് ഒരു പവർ ഉണ്ട്. അതായത് ഉപബോധ മനസ്സിന് ഒരു പവർ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഇത് പറയുന്ന സമയത്ത് നമ്മളുടെ ഉപബോധ മനസ്സിലേക്ക് നേരിട്ട് അത് കയറുകയാണ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഉപബോധ മനസ്സ് അത് സത്യമാക്കാൻ, അതായത് ഇത് പ്രാവർത്തികമാക്കാനായിട്ട് മാക്സിമം ശ്രമിക്കും. അതായത് ഇത് പ്രവർത്തിക്കും എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു കാര്യം സത്യമായി കിട്ടും എന്നുള്ളത്, അതായത് നടന്നു കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് അത്രത്തോളം പവർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യമായിരിക്കും, അല്ലെങ്കിൽ അത് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. അത് നമ്മുടെ മൈൻഡ് പവർ കൊണ്ട് തന്നെയാണ്. അപ്പോൾ മിക്ക ആളുകളും ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങാൻ പോകുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമമുള്ള കാര്യങ്ങളാവും ചിന്തിക്കുന്നുണ്ടാവുക. അതായത് ഇപ്പോൾ അവർക്ക് സംഭവിച്ചിട്ടുള്ള വിഷമമുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് കരഞ്ഞിട്ടൊക്കെ ആവും കിടക്കുന്നുണ്ടാവുക എന്നുള്ളതാണ്. അത് വളരെ വലിയൊരു മിസ്റ്റേക്ക് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ എപ്പോഴും ഉറങ്ങാൻ പോകുമ്പോൾ ചിന്തിക്കേണ്ടത് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള നല്ല കാര്യങ്ങളാണ്. അതല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ ഉറങ്ങാനായിട്ട്. റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു, നിങ്ങൾ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതത്തിലാണ് എന്നുള്ള രീതിയിൽ ചിന്തിച്ച് ആ ഫീലിങ്സോട് കൂടിയിട്ട് വേണം നിങ്ങൾ ഉറങ്ങാനായിട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഈ ഒരു 5 വേർഡ്സ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. ഈ 5 വേർഡ്സ് നിങ്ങൾ എഴുതുക. ദെൻ തലയുടെ അകത്ത് അത് വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വേണം നിങ്ങൾ കിടക്കാനായിട്ട്, മീൻസ് തല വെച്ച് കിടക്കാനായിട്ട്. കിടക്കുന്ന സമയത്തും ഈ ഒരു 5 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത് തന്നതിന് യൂണിവേഴ്സിൻ്റെ അടുത്ത് നന്ദി പറഞ്ഞിട്ട് കിടന്നുറങ്ങുക എന്നുള്ളതാണ്. ഇത്രയും കാര്യം മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. ഇത് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ 11 ദിവസം അല്ലെങ്കിൽ 21 ദിവസമൊക്കെ നിങ്ങൾക്കിത് പ്രാക്ടീസ് ചെയ്യാം. 21 ദിവസം ഇതിങ്ങനെ എഴുതി മടക്കി വെക്കണോ നിങ്ങൾ ആലോചിക്കേണ്ടാവും. അതിൻ്റെ ആവശ്യമില്ല. ഒറ്റ ദിവസം മാത്രം നിങ്ങളിത് എഴുതി വെച്ചാൽ മതി. പിന്നെ എന്ന് പറയുമ്പോൾ ഇത്
പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പൊ ഞാൻ തലയാണ കവറിലൊക്കെ വെക്കാൻ തുടങ്ങി 21 ദിവസം തലയാണ കവർ തിരുമ്പാതെ അലക്കാതെ ഒന്നും ഇരിക്കില്ലല്ലോ. അപ്പൊ കവർ മാറ്റുന്ന സമയത്ത് എന്ത് ചെയ്യും എന്നുള്ളത്, കവർ മാറ്റുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആ തലയാണയിൽ തന്നെ ആവും വെക്കേണ്ടത് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഏത് തലയാണയിലാണോ ഫസ്റ്റ് അത് വെച്ചിട്ടുള്ളത് ആ തലയാണ തന്നെ ഈ ഇത് കഴിയുന്നത് വരെ നിങ്ങൾ യൂസ് ചെയ്യുക. കവർ മാറ്റുന്നത് ഒരു പ്രശ്നമല്ല, പക്ഷെ ആ തലയാണയിൽ തന്നെ നിങ്ങൾ തല വെച്ച് കിടന്നുറങ്ങുക എന്നുള്ളത് മാറ്റാനായിട്ട് ശ്രമിക്കരുത്. മറ്റൊരാൾ അതിൽ കിടക്കാനും അനുവദിക്കാതിരിക്കുക. കുറച്ച് റിസ്ക് ആണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, പക്ഷെ ഇങ്ങനത്തെ വേണ്ടത് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്തും ആവട്ടെ അത് നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ മുഴുവനായിട്ടും നമ്മൾക്ക് പ്രത്യേകിച്ച് എഫേർട്ടൊന്നുമില്ല, ഈ ഒരു കാര്യം ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ നേടിയെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. ചെറിയ രീതിയിൽ നമ്മൾ എഫേർട്ട് എടുക്കണം. അതിപ്പോൾ ഏത് കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്നും ചെറിയൊരു എഫേർട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം. പക്ഷേ ഈ ഒരു കാര്യം ചെയ്യുന്നതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ നമുക്ക് റിസ്ക് എടുക്കേണ്ടതായിട്ട് വരില്ല. അത് ഈസി ആയിട്ട് നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റുമെന്ന് മാത്രം. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക, അതായത് ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അധികം വൈകാണ്ട് തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.